Hi hello dears, it's me Anshi from MS Solution in എന്തിന് വേറെ സൊല്യൂഷൻ. മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ ആയ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന ചാപ്റ്ററിലെ ഷുവർ ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? മക്കൾ സിമ്പിൾ ആയിട്ട് ഇരുന്നാൽ മാഷി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ഒബ്സർവ് ദ പിക്ചർ ആണ്. ഈ ഇമേജ് എന്ത് ചെയ്യണ്ട, ഒന്ന് ഒബ്സർവ് ചെയ്ത് താഴെ കൊടുത്ത ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതിയാൽ മാത്രം മതി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കുക എന്താണ് ഈ ചിത്രം. ഈ ഇമേജ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് മാഗ്നറ്റ് ഉണ്ട് അല്ലെ. ഈ മാഗ്നറ്റിന്റെ സൈഡിൽ ഒരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്, ഒരു ചാലകം വെച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇമേജിനെ കീറി മുറിക്കുക. എന്താണ് സർ, ഇവിടെ പോസിറ്റീവ് ടെർമിനൽ ഉണ്ട്, നെഗറ്റീവ് ടെർമിനൽ ഉണ്ട്. ഈ പോസിറ്റീവ് നേരെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് നേരെ ഇങ്ങോട്ടേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. സർ ഇതൊക്കെ നമുക്കറിയാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കണ്ടക്ടർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മൂവ്മെന്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. നമ്മൾ പഠിച്ചതാണ് മോട്ടോർ പ്രിൻസിപ്പൾ അഥവാ മോട്ടോർ തത്വം എന്ന് പറഞ്ഞാൽ സർ ഒന്നില്ലെങ്കിൽ ഇവൻ നേരെ മുകളിലോട്ട് പോകും, അല്ലെങ്കിൽ ഇവൻ നേരെ താഴോട്ട് പോകും. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലനം സംഭവിക്കുന്ന കാര്യം നമുക്കറിയാം. സർ ഇനി എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആയിട്ട് പൊട്ടിച്ചോളാം. രണ്ടാമത്തെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആരുതാടാ? ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഇടതു കൈ നിയമം. സർ എന്താ ചെയ്യേണ്ടത്? പിടിച്ചു നോക്കടാ, അങ്ങോട്ട് പിടിക്കുക. എങ്ങനെ സർ? നമുക്കിവിടെ എന്താണ് ഉള്ളത്? എടാ ഒരു ലൂപ്പ് ഹോൾ ഇവിടെ ഉണ്ട്. എന്താ അറിയോ? ഈ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഇത് നോർത്ത് പോൾ ആണ്, സൗത്ത് പോൾ ആണെന്നുള്ള കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. അതായത് ഇവിടെ നോർത്ത് ഉണ്ട്, ഇത് സൗത്ത് ഉണ്ട്. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് പോകൽ എങ്ങോട്ടേക്കാ? അത് ഫസ്റ്റ് പഠിച്ചോട്ടാ. മാഗ്നറ്റിക് ഫീൽഡ് പോകൽ എങ്ങോട്ടേക്കാടാ? നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ്. എന്റെ മക്കൾ ഇത് മാത്രം പഠിച്ചാൽ മതി. മാഗ്നറ്റിക് ഫീൽഡ് പോകൽ എങ്ങോട്ടേക്കാ? നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് മാഷേ. അപ്പൊ നമ്മൾ ഫ്ലെമിങ് പിടിക്കണേ വലത് കൈ അല്ല ഇടത് കൈ പിടിക്കുമ്പോൾ ഫാദർ, മദർ, ചൈൽഡ്. ഫാദർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, ബലം. മദർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ കറന്റ്, വൈദ്യുതി. ഇത്രയുള്ള പരിപാടി. ഫാദർ, മദർ, ചൈൽഡ്. സർ എന്നാൽ പറഞ്ഞോളി എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ടൈം റെഡി ആക്കടാ. ഇങ്ങനെ തന്നെ പിടിച്ചോളാം. ഈ ഇമേജ് കാണുന്നുണ്ടല്ലോ. ഈ ഇമേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നോർത്തിൽ നിന്ന് സൗത്തിലോട്ട്. ആരാ പോകേണ്ടത്? ഫാദർ ആണോ? അല്ല സർ, മദർ. മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കടാ. നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് മാഷേ. അങ്ങനെയാണെങ്കിൽ ഈ തമ്പ് ഉണ്ടല്ലോ, ഈ തമ്പ് എങ്ങോട്ടേക്കാണ് കാണിച്ചിരുന്നത്? സർ മുകളിലോട്ടല്ലേ? പരിപാടി കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി. 2 മാർക്ക് സെറ്റാണ്. ഈ മോട്ടോർ പ്രിൻസിപ്പിൾ പഠിച്ചോ. നമ്മൾ എന്താ സർ ചെയ്തത്? നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുക എന്നുള്ള കാര്യം നമുക്കൊരു സംശയമില്ല സർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെടുക്കുന്നു? മോട്ടോർ പ്രിൻസിപ്പിളിൽ എന്തെടുക്കുന്നു? ലെഫ്റ്റ് ഹാൻഡ് റൂൾ എടുക്കുന്നു സർ. ലെഫ്റ്റ് ഹാൻഡ് റൂൾ എടുക്കുമ്പോൾ നമുക്കറിയാം ഫാദർ, മദർ, ചൈൽഡ് ആണ്. ഫാദർ മദർ കട കിടക്കട്ടെ. ഫസ്റ്റ് നമ്മൾ ആരെടുക്കുന്നോടാ? മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുന്നു, നോർത്തിൽ നിന്ന് സൗത്തിലോട്ട്. ഇങ്ങോട്ടേക്ക് കാണുന്നുണ്ടല്ലോ. സെറ്റാണ് സർ. ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? ഓക്കെ സർ, ഇങ്ങോട്ടേക്ക് അല്ലേ? ഓക്കെ സർ, കറക്റ്റ് ആണ്. നമ്മൾ ഈ ഇമേജ് കാണുമ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് കൊടുക്കുന്നുണ്ട്. സോ തമ്പ് വരുമ്പോൾ എന്തായിട്ട് കാണൂടാ? തമ്പ് സർ മുകളിലോട്ട് വരുന്നു. അപ്പൊ എന്താ വരിക? ഈ കണ്ടക്ടർ എങ്ങോട്ടേക്കാ മൂവ് ചെയ്യുക? സർ കണ്ടക്ടർ നേരെ മുകളിലോട്ട്, അപ്വേർഡ് ആണ്, അഥവാ മുകളിലോട്ടാണ് എന്ത് ചെയ്യുക? ചലിക്കുന്നത്. സോ സിമ്പിൾ സർ, സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ? ചാലകത്തിന്റെ ചലന ദിശ എങ്ങോട്ടായിരിക്കും എന്നാണ് ഒന്നാമത്തെ ചോദ്യം. സർ ഇത് കണ്ടെത്താൻ സഹായിച്ച നിയമം ഏതാണ്? നമ്മൾ പറഞ്ഞു മുകളിലോട്ടാണ് കണ്ടക്ടർ മൂവ് ചെയ്യുക. ഇതിന്റെ നിയമം ഏതാ? ലോ ചോദിച്ചാൽ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് സർ. സെറ്റ് ആണല്ലോ. ഫോഴ്സ് ഉണ്ടാ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാ, കറന്റ് ഉണ്ടാ. സെറ്റ് അല്ലേ? എങ്കിൽ സർ എക്സ്പ്ലെയിൻ ദ കണ്ടക്ടർ മൂവിംഗ് ദിസ് ഡയറക്ഷൻ. എടാ ഈ ദിശയിൽ ചാലകം ചലിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചു. നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് എന്ത് പോകുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. സോ എന്ത് ചെയ്യൂടാ? നമ്മൾ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കണ്ടക്ടേഴ്സ് മുകളിലോട്ടാണ് എന്ത് പോവുക? മുകളിലോട്ടാണ് ചലിക്കുന്നത്. കാരണം ഈ നിയമം ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. എന്താ? ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. സർ സെറ്റ് ആണല്ലോ. എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ മാഗ്നറ്റിക് പൊളാരിറ്റി ഓഫ് എൻ എ? അതായത് ഇവിടെ ഒരു സോളിനോയിഡാ തന്നിട്ടുള്ളത്. എന്താടാ? സോളിനോയിഡ്. നമുക്കറിയില്ലേ, ചുറ്റിയെടുത്ത കവചിത ചാലക കമ്പികളെ പറയുന്ന പേരാണ് സോളിനോയിഡ് അല്ലെ. എന്ത് ചെയ്തിട്ടുണ്ട് സർ? ഈ സോളിനോയിഡിൽ എ എന്ന അഗ്രത്തെ കാന്തിക ധ്രുവത, ബി എന്നതും പൊളാരിറ്റി കാണാനാണ്. എയും ബിയും കാണാനാണ്. മക്കളെ വളരെ സിമ്പിൾ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചത് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണെങ്കിൽ ഈ ക്വസ്റ്റ്യനെ നല്ല അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്യണം. ഇവിടുന്ന് നമുക്കറിയുന്ന കാര്യം, എടാ ഒറ്റ കാര്യമുള്ളൂ. എന്റെ മക്കൾ പഠിക്കേണ്ടത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് കറന്റ് ഫ്ലോ ചെയ്യുക. അത്രയുള്ള പരിപാടി. കറന്റ് എങ്ങോട്ടേക്കാ പോകുക? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് മാഷേ. ഫസ്റ്റ് അത് നമ്മൾ കാര്യങ്ങളപ്പെടുത്താം. എടാ പോസിറ്റീവിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോയി പോകുന്നുണ്ടല്ലോ. ഇതിലൂടെ പോയിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നു സർ. അങ്ങനെ തന്നെ അല്ലേ? ഇത് ഇപ്പുറത്ത് കൂടെ അല്ലേ? നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഇതിലൂടെ പോയിട്ട് ഇങ്ങനെ എത്തുന്നുണ്ട് സർ. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ ഒന്ന് പിടിച്ചു നോക്കടാ. അതായത് സർ ഇവിടെ പിടിക്കേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് അല്ല, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. വലത് കൈ പെരുവിരൽ നിയമമാണ് സർ. നമുക്ക് ഇങ്ങനെ പിടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നോക്കിക്കോ, വലത് കൈ എടുത്തു. മാഷ് അവിടെ നോക്കിക്കടാ. ഇവിടെ ഇങ്ങനെ കറന്റ് ഇപ്പുറത്തൂടെ പോയിട്ട് ഇങ്ങനെ ചുറ്റി വരികയാണ്.
അതായത് എന്ത് ചെയ്യുന്ന പുറത്ത് കൂടെ പോയിട്ട് ഇങ്ങനെയാണ് ചുറ്റി വരുന്നുണ്ട്. മാഷ് ഇവിടെ ഒരു കൈയിന്റെ അടയാളം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ താഴെ കൂടെ കെർവ് ചെയ്ത് വരുന്നുണ്ട്. എങ്ങട്ടാടാ? താഴെയിലൂടെ കെർവ് ചെയ്ത് വരികയാണ് സർ. അപ്പൊ ഒരു സോളിനോട് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ തമ്പ് കാണിക്കുന്നത് വലത് കൈയിലെ പെരുവിരൽ അഥവാ തള്ളവിരൽ കാണിക്കുന്നത് ഏത് പോളായിരിക്കും? നോർത്ത് പോളാണ് മാഷേ. സെറ്റ് ആണ്. അതായത് നമ്മൾ താഴേന്ന് ഇങ്ങനെ ചുറ്റുന്നു, താഴെ കൂടെ പോയിട്ട് ചുറ്റുന്നു മാഷേ. താഴെ കൂടെ പോയി ചുറ്റിയിട്ട് നമ്മൾ പിടിക്കുകയാണെങ്കിൽ എന്ത് പോളാ കാണിക്കുക? നോർത്ത് പോളാണ് കാണിക്കുക. സോ ബി എന്ന് പറഞ്ഞാൽ നോർത്ത് പോൾ ആയിരിക്കും, എ എന്ന് പറഞ്ഞാൽ സൗത്ത് പോൾ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ പരിപാടി. സംഭവം സെറ്റ് അല്ലേ? അതായത് ഇങ്ങനെ ചുറ്റാടാ, ഇങ്ങനെ ചുറ്റാണ്. നേരെ താഴെ കൂടെ വന്നിട്ട് ഈ താഴെ കൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് കറണ്ട് പോരുന്നത് ആണല്ലോ. ഈ താഴെ കൂടെ അണ്ടറിലൂടെ വന്നിട്ട് ഇങ്ങനെ കെർവ് ചെയ്യാണ് സർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതാണ് സോളിനോഡ് എങ്കിൽ നമ്മൾ സോളിനോഡിനെ ഇങ്ങനെ പിടിക്കുന്നു മാഷേ. പിടിച്ചു കഴിഞ്ഞാൽ ഈ തമ്പ് എങ്ങോട്ടാടാ കാണിക്കുന്നത് സർ? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയും ഈ തമ്പ് എങ്ങോട്ടാ കാണിക്കുന്നത് സർ? നോർത്ത് പോളിലോട്ടാണ് ഈ തമ്പ് കാണിക്കുക. അപ്പൊ ഈ ഓപ്പോസിറ്റ് സൈഡ് ഏതാടാ കാണിക്കുക? സൗത്ത് പോളാണ് സർ. ഇത്രയുള്ള പരിപാടിടാ. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. കുഴപ്പമില്ല സർ. അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ് എടാ ഒന്ന് നോക്ക്. ഇനി മക്കളെ ഇത് നേരെ തല തിരിച്ചു വെച്ചാലും എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. അതായത് ഇവിടുത്തെ പൊളാരിറ്റി നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലായി. ബാറ്ററിന്റെ പൊളാരിറ്റി, ബാറ്ററിന്റെ ടെർമിനൽസ് മാറ്റിയാലും അവന്റെ പോൾസ് മാറും കേട്ടോ. ഇനി നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിച്ചോ. ഈ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഈ ഒരു ഇമേജ് മാഷ് എന്ത് ചെയ്തു വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാ ഇവിടെ വെച്ചിട്ടുണ്ട്. നോക്കിക്കോ, ഈ ഒരു ഇമേജ് നോക്കിക്കോ. ഇവിടുന്ന് ഇങ്ങനെ കറണ്ട് ഇങ്ങനെ പോവില്ലേ? കറണ്ട് പോസിറ്റീവിൽ നിന്ന് പോയി 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 എന്ത് ചെയ്യൂടാ? നെഗറ്റീവിലോട്ടാണ് വരിക എന്നറിയാം. കറണ്ട് പോസിറ്റീവിൽ നിന്ന് പോയിട്ട് നെഗറ്റീവിലോട്ടാണ് വരിക എന്നറിയാം. അപ്പൊ ഇത് നോക്കടാ, ഇതൊരു കണ്ടക്ടർ ആണെന്ന് വിചാരിച്ചു നോക്കുക. വെറുതെ ഒരു കണ്ടക്ടർ ആണെന്ന് വിചാരിക്കാം. സിമ്പിളായിട്ടേ മാഷ് എന്ത് ചെയ്തിട്ടുണ്ട്? കറക്റ്റ് പറഞ്ഞില്ല. ഇതൊരു കറക്റ്റ് ഒരു കണ്ടക്ടർ ആണെങ്കിൽ ഇതിലൂടെ ഇങ്ങനെ കറണ്ട് പോയിട്ട് മഞ്ഞായിട്ട് കേട്ടോ അല്ലേ, ഇതിലൂടെ ഇങ്ങനെ കറണ്ട് പോയിട്ട് ഇപ്പുറത്തോട്ട് എത്തുന്നുണ്ട് സർ. അപ്പൊ കറണ്ട് പോകുന്നത് എയിൽ നിന്ന് ബിയിലോട്ടാണ്. കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാലും ഈ തള്ളവിരൽ കാണിക്കുന്നത് ഏതന്നെ ആയിരിക്കും? നോർത്ത് പോൾ തന്നെ ആയിരിക്കും മാഷേ. അപ്പൊ ഈ ബി എന്ന് പറഞ്ഞാൽ എങ്ങനെ വന്നാലും എന്ത് വരുന്നുണ്ട്? നോർത്ത് പോൾ വരുന്നുണ്ട്. സോ എ എന്ന് പറയുമ്പോൾ സൗത്ത് പോളും വരുന്നുണ്ട്. കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഈ മെത്തേഡും യൂസ് ചെയ്താൽ എന്ത് ചെയ്യടാ? സെറ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്യടാ? ഇതുപോലത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യടാ? ഇന്നത്തെ ലൈവിൽ മാഷ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. 7 മണിന്റെ ലൈവിൽ എല്ലാവരും പോലെ 4ാമത്തെ ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്റർ നമ്മൾ പക്ക പെർഫെക്റ്റ് ആയിട്ട് പഠിക്കട്ടോ. അപ്പൊ ഈ ലെവലിൽ ക്വസ്റ്റ്യൻസ് വന്നെങ്കിൽ എന്ത് ചെയ്യടാ? ഇന്നത്തെ ലൈവിൽ കൃത്യം പോലെ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.